കഥ ഉപ്പുവെള്ളവും പുതിയ ചെരുപ്പും. ഒരു കൗമാരക്കാല ഓർമ്മ. ഒന്നിനു മുന്നിൽ ഒന്നായി പന്തയം വെച്ച തിരകളെ പേര് വിളിച്ചും വെള്ളം കണ്ടാൽ പേടിച്ചു മാറി തീരത്ത് നിൽക്കുന്ന മറ്റു ചങ്ങാതിമാരുടെ മുന്നിൽ വലിയ പോരാളികളാണെന്ന കണക്കെ തിരകളുടെ കൂടെ ഇനിയും ഒരു മത്സരത്തിന് സജ്ജമാണെന്നുള്ള മട്ടിൽ ഉപ്പുവെള്ളത്തിലേക്ക് ഇറങ്ങി തിമർക്കുന്നതിനിടയിലാണ് 10ാം ക്ലാസ്സുകാരി പെണ്ണും ചങ്ങാതിയും ഞാനെന്ന ഭാവത്തിൽ ഇരമ്പി വന്ന ആ ഒരു ഒറ്റയാൻ തിരയിൽപ്പെട്ടത്. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഒരു പറ്റം കലാകാരന്മാരെ പടച്ച കഥക്കെട്ടുള്ള കൊച്ചി നഗരത്തിലെ 16കാരി പെണ്ണിന് വീട്ടുകാരുടെ കൂടെയല്ലാതെ പുറംകാഴ്ചകൾ കാണൽ വിരളമായിരുന്നു. അച്ഛൻ കാണാതെ അമ്മയുടെ പിറകെ തൂങ്ങി കടല് കാണണമെന്ന വാശി പിടിച്ച് അമ്മ മുഖേന അച്ഛനെ ചട്ടം കൂട്ടി അവധി ദിവസങ്ങളിൽ ഇനി പോയാൽ കൂടി തന്നെ തീരത്ത് നിന്ന് ഒരടി മുന്നോട്ട് വെക്കാൻ പെണ്ണിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുമായിരുന്നില്ല. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികൾ തീരുമാനിക്കുന്നത് 10ാം ക്ലാസ്സിലെ പരീക്ഷയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാറുള്ള ക്ലാസ് ടീച്ചർ അന്ന് ഉച്ച കഴിഞ്ഞുള്ള പീരീഡിൽ ഒരു ലിസ്റ്റുമായി വന്നു. ടീച്ചറെ കണ്ട ഉടനെ ഉറക്കത്തിലേക്ക് പോകാൻ തലയിണയുമായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു നമ്മുടെ നായിക. ഇടക്ക് അധ്യാപിക കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റ് എടുത്ത് വായിക്കുന്നത് കേട്ടു. കോവളം, ശംഖുമുഖം, വേളി തുടങ്ങിയ തലസ്ഥാന നഗരിയുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ നിങ്ങൾ 10ാം ക്ലാസ്സുകാർക്കൊരവസരം. അതായത് നമ്മൾ ഈ വർഷത്തെ അവസാന പഠനയാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. താല്പര്യമുള്ളവർ വീട്ടിൽ പറഞ്ഞ് പേര് തരുക. ബെല്ലടി കേട്ടാലും ക്ലാസ് നിർത്താത്ത അധ്യാപിക അന്ന് യാത്രയുടെ കാര്യവും പറഞ്ഞ് പുറത്തേക്ക് പോയി. ഉറക്കം വന്ന പെണ്ണിന്റെ കണ്ണുകൾ അധികം ആവേശത്തോടെ ഉയർന്നു. അടുത്തിരുന്ന ഉറ്റ ചങ്ങാതി ഷഫ്ന അവളെ നോക്കി നമുക്ക് എത്രയും പെട്ടെന്ന് പേര് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും 16കാരിയുടെ വിടർന്ന കണ്ണുകളിൽ ഉറപ്പില്ലാത്ത ചോദ്യങ്ങൾ നിറഞ്ഞപ്പോ അല്പം കനത്തിൽ എഴുതിയ കൺമഷി ചെറുതായൊന്ന് പരന്നു. വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കുമോ? എല്ലാവരും ടൂറ് പോകുമ്പോൾ എനിക്ക് പോവാൻ പറ്റില്ലേ? പോകുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ് കേൾക്കുമ്പോൾ അമ്മയും അച്ഛനും സമ്മതിക്കുന്നുണ്ടാവില്ല എന്നുള്ള 1000 ചിന്തകളിൽ മുഴുകിക്കൊണ്ടിരിക്കെ ശ്രുതി വലിയ ശബ്ദത്തിൽ ഷഫ്ന വിളിച്ചപ്പോ അവളൊന്ന് ഞെട്ടി. എന്താടി ഇങ്ങനെ ചിന്തിക്കുന്നേ? ഒറ്റക്ക് എവിടേക്കും പോവാൻ സമ്മതിക്കാത്ത വീട്ടുകാരെ കുറിച്ചായിരുന്നു ശ്രുതി അപ്പോ ചിന്തിച്ചത്. ദേശീയഗാനവും കഴിഞ്ഞ് അവസാന ബെല്ലടിച്ചപ്പോ ചങ്ങാതിക്ക് എന്തു പറ്റിയെന്നറിയാതെ പിറകെ ഓടി വന്ന ഷഫ്നയോട് ഒന്നും മിണ്ടാതെ ആ കൗമാരക്കാരി ബാഗും എടുത്ത് വീട്ടിലേക്ക് നടന്നു. അന്ന് രാത്രി പാഠപുസ്തകങ്ങൾ പതിവില്ലാത്ത പോലെ വായിച്ചിരിക്കുന്ന, സ്കൂളിലെ അസൈൻമെന്റ് കൃത്യമായി ചെയ്യുന്ന ശ്രുതിയെ അച്ഛനും അമ്മയും പിന്നിലെ കള്ളി അറിയാതെ ഏറെ അഭിനന്ദിച്ചു. അന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെ പതുക്കെ അവൾ ടൂറിനെ കുറിച്ച് പറഞ്ഞു. കേട്ടപ്പോ തന്നെ ഒന്നും ആലോചിക്കാതെ പോവണ്ട എന്നൊരു മറുപടി അച്ഛനും അമ്മയും ഒറ്റക്കെട്ടായി നിന്ന് പറഞ്ഞു. ഉപ്പേരിയും വെച്ച് ഉരുളയാക്കിയ ചോറ് പിന്നെ അവൾക്ക് കഴിക്കാനായില്ല. അന്ന് രാത്രി കണ്ണീരോടെ അവൾ കട്ടിലിന്റെ അറ്റത്ത് പിടിച്ച് ഏറെ നേരം കറങ്ങുന്ന ഫാനിനെയും നോക്കിയിരുന്നു. പിറ്റേന്ന് സ്കൂളിൽ ചെന്നപ്പോ ക്ലാസ് ടീച്ചറുടെ കയ്യിലുള്ള വെള്ള പേപ്പറിൽ കൂട്ടുകാരെല്ലാം ടൂറിന് പേര് കൊടുക്കുന്നത് കണ്ടപ്പോ അവക്ക് ഏറെ വിഷമം വന്നു. ശ്രുതി, നീ എന്താ പേര് കൊടുക്കാത്തെ? ഷഫ്ന ചോദിച്ചു. വീട്ടുകാർ സമ്മതിച്ചില്ല, അവൾ പറഞ്ഞു. നീ ഇനി അമ്മ തരുന്ന ഭക്ഷണം ഒന്നും കഴിക്കണ്ടടി. അങ്ങനെ കഴിക്കാതിരുന്നാൽ നമ്മുടെ വിഷമൊക്കെ മനസ്സിലാക്കി അവർ സമ്മതിക്കും, ബുദ്ധിമതിയായ സുഹൃത്ത് പറഞ്ഞു കൊടുത്തു. ഷഫ്നയുടെ വിദ്യ അവസാനം വിജയം കണ്ടപ്പോ ശ്രുതിയുടെ പേരും വെള്ളപ്പേപ്പറിലെ അവസാന കള്ളിയിൽ സ്ഥാനമുറപ്പിച്ചു. അങ്ങനെ വീട് വിട്ടാൽ സ്കൂളും സ്കൂള് വിട്ടാൽ വീടും മാത്രമായിരുന്ന പെണ്ണിന് അന്നത്തെ ആ പകലും രാത്രിയും ആഘോഷത്തിൻ്റെതായിരുന്നു. ടൂറിലെ കാഴ്ചകൾ സ്വപ്നം കണ്ടു കിടന്നപ്പോ അന്ന് അവൾ ഉറങ്ങിയില്ല. തീരത്തെ പൂഴിമണൽ പറ്റിയ കാലുകളെ ഉപ്പ് കലർന്ന വെള്ളം നനച്ചപ്പോ നീളൻ മുടിയുള്ള 10ാം ക്ലാസ്സുകാരി പെണ്ണും അവളുടെ ഉറ്റ ചങ്ങാതിയും അഴികളിൽ നിന്ന് തുറന്നു വിട്ട കുറ്റവാളിയുടെ ആവേശത്തിലുപരി കൗതുകത്തോടെ കോവളത്തിന്റെ കടൽ തീരത്ത് നിന്ന് അല്പം മുന്നോട്ട് നീങ്ങി മുട്ടറ്റം വെള്ളത്തിലേക്ക് ഇറങ്ങി. അച്ഛനും അമ്മയും പരിധി വെച്ച് താഴിട്ട് പൂട്ടിയ ഉപ്പുരസമുള്ള കടലിലെ ഇറക്കത്തിന്റെ പരാതികളൊക്കെ തീർക്കുന്ന മട്ടിലായിരുന്നു ശ്രുതിയുടെ കളി. കടലിലായാലും കരയിലായാലും ഉമ്മ വാങ്ങിത്തന്ന പുതിയ ചെരുപ്പ് ഊരി വെക്കില്ലെന്ന ഭാവത്തിൽ
ഷഫ്നയും അവൾക്കൊപ്പം കട്ടക്ക് കൂടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ദൂരെ നിന്ന് നോക്കിയാൽ ചെറുതെങ്കിലും അടുത്തു വന്നപ്പോൾ വലുതായ ആ തിര അവരെ രണ്ടുപേരെയും മൂടി. മണലിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ കൂട്ടുകാരെ ആർത്തു വിളിക്കാൻ നോക്കിയവർ. തീരത്ത് കളിച്ചുകൊണ്ടിരുന്ന മറ്റൊരു സംഘം ചങ്ങാതിമാർ അത് കണ്ടെങ്കിലും വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിടുന്നതാവും എന്ന് വിചാരിച്ച് അവർ വീണ്ടും കളിയിൽ മുഴുകി. തീരത്തിരുന്ന കൂട്ടത്തിലെ പെൺകുട്ടി നമ്മുടെ മെയിൻ കഥാപാത്രത്തിന്റെ കൈ പൊങ്ങുന്നത് കണ്ട് ഓടിക്കൂടി അവളെയും കൂടെയുണ്ടായിരുന്ന ചങ്ങാതി ഷഫ്നയെയും കൈ പിടിച്ചു വലിച്ച് തീരത്തേക്ക് പൊക്കി. പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഉമ്മ വാങ്ങിച്ചു തന്ന പുതിയ ചെരുപ്പ് കടലിൽ മുങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഷഫ്ന മടക്കയാത്രയിലുടനീളം കരച്ചിലായിരുന്നു. ഈ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതുവരെ ഇവിടെ പങ്കുവച്ച കഥകളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതോ അല്ലെങ്കിൽ ഞാൻ എഴുതിയതോ ആയിരുന്നു. എന്നാൽ ഇന്നത്തെ കഥ നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രിയ പ്രേക്ഷക അവരുടെ സ്കൂൾ കാലത്തെ ഒരു രസകരമായ അനുഭവം കഥയായി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം ചെയ്തതാണ്. ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇത്തരം മനോഹരമായ ഓർമ്മകളും അനുഭവങ്ങളും സബ്സ്ക്രൈബർ സ്റ്റോറീസ് എന്ന പുതിയ പ്ലേലിസ്റ്റിലൂടെ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. നിങ്ങളുടെ കഥകളും ഇതുപോലെ കേൾക്കാനായി താഴെ കമൻറ്റ് ചെയ്യുകയോ ഞങ്ങൾക്ക് അയച്ചു തരികയോ ചെയ്യാം. മറ്റൊരു മനോഹരമായ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്റ്റോറി വിത്ത് us ബൈ മുഹശ്ശറ.